കാരുണ്യം സുതനെ താഴ്ത്തി സവിതേ ചേർത്തു ദൈവസുതൻ തൻ മാതാവാകാൻ തിരുഹിതമാർന്ന പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പെന്തിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന 8ാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ വേർതിരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 8ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 10 തിരുവചന ഭാഗമാണ്. 7 അപ്പവും കുറെ ചെറുമീനുകളും കർത്താവിന്റെ മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് 4000-ഓളം വരുന്ന പുരുഷന്മാർക്കും അവരോട് ചേർന്ന് ഒരു വലിയ പുരുഷാരത്തിനും തൃപ്തികരമായി കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതാണ് ഈ ചിന്തയുടെ കേന്ദ്രസ്ഥാനം. വിശുദ്ധ മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം 8ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് വലിയൊരു ജനക്കൂട്ടം യേശുക്രിസ്തുവിന്റെ വാക്ക് കേൾപ്പാനായി തിങ്ങിക്കൂടി ഭക്ഷണപാനീയങ്ങളില്ലാതെ 3 ദിനം കർത്താവിനോടുകൂടെ പാർക്കുകയാണ്. യേശുവിന് അവരിൽ അനുകമ്പ തോന്നി എന്ന് വചനം രേഖപ്പെടുത്തുന്നു. യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ഈ ജനങ്ങൾ ഏറെ ക്ഷീണിതരാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. എന്നാൽ വിജനമായ പ്രദേശത്ത് ഇത്ര വലിയൊരു പുരുഷാരത്തിന് കൊടുക്കുവാൻ മാത്രം തങ്ങളുടെ കൈവശം ഒന്നുമില്ല എന്ന് കർത്താവിനെ ബോധിപ്പിക്കുന്ന ശിഷ്യന്മാർ. യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ഉടനെ അവർ പറയുന്നു, 7 അപ്പവും കുറെ ചെറുമീനുമുണ്ട്. ആ 7 അപ്പവും കുറെ ചെറുമീനുകളും യേശു തമ്പുരാൻ കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് സ്തോത്രം ചൊല്ലി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ജനത്തിന് വിളമ്പുവിൻ എന്ന് പറയുകയാണ്. ശിഷ്യന്മാർ ജനത്തിന് വിളമ്പി ശേഷിച്ച കഷണങ്ങൾ 7 വൻകുട്ടകളിൽ നിറച്ചെടുത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4000 പുരുഷന്മാർ ഉൾപ്പെട്ട വലിയ സമൂഹം തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ 7 വൻകുട്ടകളിൽ ബാക്കി വന്നു എന്ന് വായിക്കുമ്പോൾ ഒരു വലിയ സമൃദ്ധിയുടെ സന്തോഷമാണ് നമ്മെ തേടിയെത്തുന്നത്. കർത്താവിനോടുകൂടെ 3 രാപ്പകലുകൾ ചെലവഴിച്ച ജനം വളരെ വലിയ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നതായി ഈ അത്ഭുത ഭാഗത്ത് നാം വായിച്ച് മനസ്സിലാക്കുകയാണ്. ശിഷ്യന്മാരുടെ ഒരു ചോദ്യമാണ് ഇതിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. വിജനമായ പ്രദേശത്ത് ഇത്രയും വലിയൊരു പുരുഷാരത്തിന് കൊടുക്കുവാൻ മാത്രം അപ്പം എവിടെ നിന്ന്? ആർ ഈ ജനത്തെ തൃപ്തിപ്പെടുത്തും? ഇതായിരുന്നു അടിസ്ഥാനപരമായി ശിഷ്യന്മാരെ അലട്ടിയിരുന്ന ചോദ്യം. എന്നാൽ എത്ര വലിയ ജനക്കൂട്ടത്തിനും ഏതേത് ആവശ്യങ്ങൾക്കും വ്യക്തമായി പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്ന കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തു എന്നോട് കൂടെയുണ്ട്, ഞങ്ങളുടെ മധ്യേയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്ന ശിഷ്യന്മാരുടെ നിസ്സഹായ അവസ്ഥ ഇവിടെ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3
പ്രധാനപ്പെട്ട ചിന്തകളാണ് നാം പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തെ ചിന്ത യേശുവിൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ട എ മേഴ്സിഫുൾ ജീസസ് ക്രൈസ്റ്റ്. തൻ്റെ ജനത്തോട് കരുണ തോന്നുന്നവനായ യേശു ക്രിസ്തു. യേശുവിൻ്റെ കാരുണ്യം ഇവിടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, പുരുഷാരത്തിൽ യേശുവിന് അനുകമ്പ തോന്നി. ജീസസ് ഫെൽറ്റ് കമ്പാഷൻ അപ്പോൺ ദം. ജനത്തിൻ്റെ ആവശ്യങ്ങളുടെ മേൽ അനുകമ്പയുള്ള കർത്താവിനെ വിശുദ്ധ മർക്കോസ് ആദ്യ ഭാഗത്ത് തന്നെ വരച്ച് കാണിക്കുന്നുണ്ട്. ആ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ മേൽ കരുണയുള്ളവനാണ്. അങ്ങനെയെങ്കിൽ കരുതലും കരുത്തുമുള്ള കർത്താവ് നിങ്ങളെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുവാനും കരുത്തുള്ളവനാണെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ നാം ഈ സുവിശേഷം മുഴുവൻ പരിശോധിക്കുമ്പോൾ വ്യക്തികളോട് കരുണ കാണിക്കുന്ന കർത്താവിനെ കുറിച്ച് അനേകം ഇടങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ വലിയൊരു കൂട്ടം മനുഷ്യരോട് യേശു ക്രിസ്തു അനുകമ്പയോടുകൂടെ പെരുമാറുന്നത് ഈ വേദഭാഗത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിന്റെ പശ്ചാത്തല ചിന്തയിൽ ഡെക്കപോലീസ് എന്ന് പറയുന്ന പട്ടണം, ഈ പട്ടണത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. വിജാതീയരും പുറജാതികളും യഹൂദന്മാരുമെല്ലാം തിങ്ങി പാർക്കുന്ന ഒരിടമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കണം. ഈ അത്ഭുതം നടക്കുന്ന പ്രദേശത്ത് തന്നെ യഹൂദന്മാരും വിജാതീയരും പുറജാതികളും മറ്റും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു സങ്കലിത സമൂഹത്തിന്റെ മധ്യയാണ് സത്യത്തിൽ ഈ അത്ഭുതം നടക്കുന്നത്. രോഗികളുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വയോധികരുണ്ട്, ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, രോഗസൗഖ്യം വേണ്ടവരുണ്ട്. അങ്ങനെ ധാരാളം ആളുകളുടെ ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി തിങ്ങിക്കൂടി നിൽക്കുന്നത്. ഈ മുഴുവൻ സമൂഹത്തിൻ്റെ മേലും കരുണയും ആർദ്രതയുമുള്ളവനായി കർത്താവിനെ നാം തിരിച്ചറിയുകയാണ്. സത്യത്തിൽ വിജാതീയരും പുറജാതീയരും ഒന്നും ഈ കാരുണ്യത്തിന് അർഹതയില്ലാത്തവരാണെന്നാണ് യഹൂദന്മാരുടെ വിശ്വാസം. എന്നിട്ടും അർഹതയില്ലാത്തവർക്കും അർഹത കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു അനുകമ്പ കാണിച്ചു എന്ന് ഈ സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുകമ്പയ്ക്ക് അർഹതയില്ലാത്തവർ, കരുണയ്ക്കും സ്നേഹത്തിനും അർഹതയില്ലെന്ന് സമൂഹം വിധിക്കുന്നവർക്ക് കൂടി അർഹതയും സ്നേഹവും സൗഭാഗ്യങ്ങളും പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ജനമായി നമുക്ക് മാറ്റപ്പെടാൻ സാധിക്കുമോ എന്ന് ഹൃദയവിചാരങ്ങളെ സാക്ഷി നിർത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഈ വലിയ പുരുഷാരത്തിൻ്റെ മേൽ യേശുവിന് അനുകമ്പ തോന്നിയത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അതിനൊരൊറ്റ കാരണമാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. ആ ജനം 3 ദിനമായി യേശുവിനോട് കൂടെ പാർക്കുകയായിരുന്നു. ഞാനും നിങ്ങളും യേശുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരും അർഹിക്കുന്നവരുമായിരിക്കാം. എന്നാൽ അർഹിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും യേശുവിൻ്റെ അനുകമ്പ ലഭിക്കാതെ പോകുന്നതിന് കാരണം നാം യേശുവിനോട് കൂടെ പാർക്കുവാൻ മനസ്സ് വയ്ക്കുന്നില്ല എന്നുള്ളതാണ്. യേശുവിനോടുകൂടെ ആയിരിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവുക എന്ന് ഈ വചനം നമ്മളോട് പറയുകയാണ്. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിന്നീടുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നതിന്റെ കാരണം യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമ്പോൾ, ദൈവരാജ്യം അന്വേഷിക്കുവാൻ നമുക്ക് മനസ്സ് സന്നദ്ധത ഉണ്ടാകുമ്പോൾ, പിന്നീടുള്ളതെല്ലാം നിങ്ങളുടെ ഭൗതികവും ശാരീരികവും മാനസികവും ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളിലൊക്കെ കരുതലും കരുത്തുമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത യേശുവിൻ്റെ കരുതലാണ്. മർക്കോസിന്റെ സുവിശേഷം
8-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള 3 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ യേശുവിന്റെ കരുതൽ എത്രമാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിജനപ്രദേശത്ത് ഈ ജനത്തിന് ആവശ്യമായ അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരെ നാം കണ്ടു. 2 അധ്യായങ്ങൾ പുറകിലോട്ട് കടന്നു ചെന്ന് ചിന്തിച്ചാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ 5 അപ്പവും കൊണ്ട് 5000 പേരെയാണ് കർത്താവ് പോഷിപ്പിച്ചതെങ്കിൽ ഇവിടെ 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കേവലം 7 അപ്പങ്ങൾ കൊണ്ട് 4000 പേരെയാണ് പോഷിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 2 അപ്പം കൂടുതലുണ്ട്. 5 അപ്പത്തിന്റെ സ്ഥാനത്ത് 7 അപ്പമാണ് ഇപ്പോൾ ഉള്ളത്. 2 മീനിന്റെ സ്ഥാനത്ത് കുറെ ചെറുമീനുണ്ട്. എന്നാൽ അത്രത്തോളം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിഭവങ്ങളുടെ വർധനവ് അത് അർത്ഥപൂർണമായി തീരുന്നത് അത് സന്തുലിതമായി വിതരണം ചെയ്യുമ്പോഴാണ്, പങ്കുവെക്കുമ്പോഴാണ്. 5 അപ്പം കൊണ്ട് 5000 വരുന്ന പുരുഷന്മാരുൾപ്പെട്ട ഒരു വലിയ സമൂഹത്തെ കർത്താവായ യേശുക്രിസ്തു പരിപോഷിപ്പിച്ചെങ്കിൽ, തൃപ്തികരമായി അവരെ വഴി നടത്തിയെങ്കിൽ, 7 അപ്പമുണ്ടായിരുന്ന കർത്താവിന് 4000-ഓളം വരുന്ന പുരുഷന്മാരുൾപ്പെട്ട ഒരു സമൂഹത്തിന് എത്ര എളുപ്പമായി അപ്പം നൽകാൻ സാധിക്കുമെന്ന് പോലും ചിന്തിക്കാത്ത ശിഷ്യന്മാരെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ടും ശിഷ്യന്മാർ ആകുല ചിത്തരാവുകയാണ്. എങ്ങനെ ഇത് സാധിക്കുമെന്ന, ഈ ജനത്തിന് എങ്ങനെ തൃപ്തി വരുത്തുവാൻ കഴിയുമെന്ന് ആകുലപ്പെടുന്ന ശിഷ്യന്മാരെ കുറിച്ച് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോൾ നാം അനുഭവിക്കുന്നതിനേക്കാൾ വലിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകിയവനാണ് നമ്മുടെ കർത്താവ്. നാം ആഗ്രഹിച്ചതിനേക്കാളും നാം പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ അനുഗ്രഹങ്ങളാൽ നമ്മെ ധന്യനാക്കിയവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്നിട്ടും പലപ്പോഴും ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാം അതെല്ലാം വിസ്മരിച്ചു പോവുകയാണ്. ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനേക്കാൾ വലിയ നടത്തിപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ താരതമ്യേന അതിനേക്കാൾ ലഘുവായ ഒരു ജീവിതത്തിന്റെ സാഹചര്യത്തിൽ വീണ്ടും ആശങ്കകൾ, ഉത്കണ്ഠകൾ നമ്മെ മഥിക്കുകയാണ്. സംശയത്തിന്റെ ആത്മാവ് നമ്മെ ബാധിക്കുകയാണ്. അതാണ് വിശ്വാസ ജീവിതത്തെ പലപ്പോഴും ശിഥിലമാക്കി കളയുന്നത്. യേശുവിന്റെ കരുതൽ മറക്കുന്നവരെ ഒരു പക്ഷെ വിഡ്ഢികൾ എന്ന് വിളിക്കുമെങ്കിലും ആ വിഡ്ഢിത്തം നമ്മുടെ ജീവിതത്തിലുമുണ്ടെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിന്റെ കരുതലിന് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകളായി നാം തന്നെ നിന്നിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമാവുക. ദൈവം എത്രമാത്രം കരുതലുള്ളവനാണ്. He cares for you. അവൻ നമ്മെ ഓരോ നിമിഷവും കരുതുന്ന സ്നേഹവാനായ ദൈവമാണ്. ഈ വലിയ പുരുഷാരത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുതൽ സമൃദ്ധിയായി, അപ്പമായി, സ്നേഹമായി, കരുണയായി പ്രത്യക്ഷപ്പെടുകയാണ്. സത്യത്തിൽ ദൈവത്തെ മറക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പനകൾ കൊടുക്കുമ്പോൾ ആ കൽപ്പനകൾ ആരംഭിക്കുന്നത് ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു, ഞാനല്ലാതെ മറ്റ് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുതെന്ന് പ്രത്യേകമായി എഴുതി ചേർക്കാനുള്ള കാരണം. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നാം അത് വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കരുതലുള്ള, കരുണയുള്ള യഹോവയായ ദൈവം നിങ്ങളുടെ സ്വന്തം ദൈവമാണെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടും ആ കാരുണ്യവും ആ കരുതലും തിരിച്ചറിയാൻ സാധിക്കാത്തവരായി നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട കാര്യം. 3-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് യേശുവിന്റെ സംതൃപ്തിയാണ്. യേശുവിന്റെ സംതൃപ്തി ഈ വലിയ പുരുഷാരത്തിലേക്ക് വ്യാപിക്കുകയാണ്. യേശുവിന്റെ മനസ്സിലുണ്ടായിരുന്ന സന്തോഷം, ആ സമൃദ്ധി ജനങ്ങളിലേക്ക് കടന്നു വരികയാണ്.
8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ തൃപ്തിയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക മനുഷ്യന്റെ കൈമോശം വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് തൃപ്തി എന്ന് പറയുന്നത്. മനുഷ്യൻ ഒന്നിലും തൃപ്തനല്ല. കിട്ടിയതൊന്നും തൃപ്തികരമല്ല, നേടിയതൊന്നും തൃപ്തികരമല്ല, ജീവിതത്തിൽ കയ്യെത്തിപ്പിടിച്ചതൊന്നും തൃപ്തികരമല്ലെന്ന് എപ്പോഴും പരിഭവിക്കുന്നവരും പരാതി പറയുന്നവരുമായി നമ്മളൊക്കെ മാറിപ്പോവുകയാണ്. എന്നാൽ നിനക്ക് തൃപ്തി തരാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് നീ ചിലതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്, ചിലതെല്ലാം ദൈവത്തിന് മുമ്പിൽ വെച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ ദൈവം നിനക്ക് തൃപ്തി തരുവാൻ കരുതലുള്ളവനാണെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് അത്ഭുതത്തിന്റെ ആഴമായ അർത്ഥതലം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ആഹാരം കൊണ്ട് ജനം തൃപ്തരായതല്ല ഈ അത്ഭുതത്തിന്റെ അടിസ്ഥാന ചിന്താവിഷയം. കാൽവരിയിലെ കൊലക്കളത്തിൽ പീഡയുടെ ക്രൂശിന്മേൽ പിടഞ്ഞു മരിച്ച് സമർത്ഥമായ ആഹാരമായി പാനീയമായി തീർന്ന സാക്ഷാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഏറ്റവും വലിയ അത്ഭുതമായി നിലനിൽക്കുന്നത്. അന്നേ ദിവസം തിന്ന അപ്പത്തിന്റെ സമൃദ്ധിയല്ല, മീനിന്റെ സമൃദ്ധിയല്ല, നിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളം കാൽവരിയുടെ മുകളിൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തവും ശരീരവും, അത് നിനക്ക് നിത്യമായ ഭക്ഷണമായി തീർന്നിരിക്കുകയാണ്. നാശമില്ലാത്ത ആഹാരമായി ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി ബലിയായി ഹോമിക്കപ്പെട്ടത് ആ കാൽവരിയുടെ പീഡയുടെ കുരിശിലാണ്. ആ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. അവൻ നമ്മുടെ വിശപ്പും ദാഹവും അകറ്റുവാൻ വേണ്ടി സ്വയം ഹോമിക്കപ്പെട്ടു. He was a ransom for our sins. നമ്മുടെ പാപങ്ങൾക്ക് മോചനദ്രവ്യമായി അവൻ മാറ്റപ്പെട്ടു. ക്രൂശിലെ മരണ മുഖാന്തിരമായി കർത്താവായ യേശു ക്രിസ്തു നിത്യജീവന്റെ അപ്പമായി തീർന്നിരിക്കുന്നു. ആ കർത്താവിനെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായി തീരുക. എല്ലാവരും സന്തോഷപൂർവ്വം പങ്കുചേരുകയും സകല മനുഷ്യരും ജീവൻ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരേ ഒരു അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുന്ന യേശു ക്രിസ്തു. ആ അപ്പത്തിന്റെ അംശികളായി സഭയുടെ ജീവിക്കുന്ന കല്ലുകളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടൊന്നീ കർത്തന കേട്ടി തേകീടട്ടെ പുണ്യം നാ